ഹായ് ഓൾ, ടുഡേയ്സ് ടോപ്പിക് ഈസ് യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് നമ്മൾ അനാട്ടമി ഓഫ് യൂറിനറി സിസ്റ്റം, എസ്പെഷ്യലി ദ അനാട്ടമി ഓഫ് കിഡ്നി ആൻഡ് നെഫ്രോൺസ്, പിന്നെ അതിൻ്റെ ഫിസിയോളജി, ഇച്ചുറേഷൻ റിഫ്ലെക്സ്, RAS സിസ്റ്റം, ഡിസോർഡേഴ്സ് ഓഫ് കിഡ്നി, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കിഡ്നി ആൻഡ് നെഫ്രോൺസ്, ചെറുതായിട്ട് ഇതിൻ്റെ ഫിസിയോളജി, ദെൻ ഡിസോർഡേഴ്സ് ഓഫ് കിഡ്നി, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ അതിൻ്റെ പിക്ചേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മെയിനായിട്ട് ആ പിക്ചേഴ്സ് ബ്രീഫ്ലി ഒന്ന് വരയ്ക്കാൻ പഠിക്കുക, ദെൻ അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തുക, ദെൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് അനാറ്റമിയിൽ മെയിനായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറിനറി സിസ്റ്റത്തെക്കുറിച്ചാണ്. യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള മേജർ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലൊന്നാണ് യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ യൂറിനറി സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. അതിലൊരു പെയർ ഓഫ് കിഡ്നി ഉണ്ടാവും, 2 കിഡ്നീസ് പ്രസൻ്റ് ആയിരിക്കും. നമുക്ക് പിക്ചറിൽ കാണാം. ദെൻ 2 യുറേറ്റേഴ്സ് ഉണ്ടാവും, ദ ട്യൂബ് ദാറ്റ് കണക്റ്റിംഗ് ദ കിഡ്നി ആൻഡ് ദ യൂറിനറി ബ്ലാഡർ. പിന്നെ ദ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് ദ മസ്കുലർ റിസർവർ ഓഫ് ദ യൂറിനാണ്. യൂറിൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ യൂറിനറി ബ്ലാഡറിലാണ്. ദെൻ ദ എക്സ്ക്രീറ്ററി ചാനലായിട്ടുള്ള യുറേത്ര, ദ ഓപ്പണിംഗ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ. അതാണ് യൂറിനറി സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ദ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കിഡ്നി. കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ 2 സൈഡിലായിട്ട്, ലംബാർ പാർട്ടിൽ 2 സൈഡിലായിട്ട് പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന എക്സ്ക്രീറ്ററി ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് കിഡ്നി എന്ന് പറയുന്നത് റൈറ്റ് കിഡ്നിയേക്കാളും കുറച്ച് ഹയർ ലെവലിലായിരിക്കും പൊസിഷൻ ചെയ്തിരിക്കുക. അതുപോലെ നമ്മുടെ കിഡ്നിയുടെ ഷേപ്പ് നമുക്കറിയാം, ബീൻ ഷേപ്ഡാണ്. അതിൻ്റെ 2 പോൾസ് ഉണ്ട്, അപ്പർ പോളും ഉണ്ടാവും, ലോവർ പോളും ഉണ്ടാവും. 2 ബോർഡേഴ്സ് ഉണ്ട്, മീഡിയലും ലാറ്ററലും. അതുപോലെ 2 സർഫസസ് ഉണ്ട്, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ലെങ്ത് എന്ന് പറയുന്നത് 7.5 to 10 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ, തിക്നെസ് 2.5 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 150 ഗ്രാംസ് ആണ്. നമ്മുടെ ഈ ലാറ്ററൽ ബോർഡർ എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും. ലാറ്ററൽ ബോർഡർ കോൺവെക്സ് ആയിരിക്കും, നമുക്ക് പിക്ചറിൽ കാണാം. അതുപോലെ തന്നെ മീഡിയൽ ബോർഡർ എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും. ആ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പോർഷനാണ് മീഡിയൽ ബോർഡർ എന്ന് പറയുന്നത്, അത് കോൺകേവ് പോർഷൻ ആയിരിക്കും. ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മീഡിയൽ ബോർഡറിലെ പോർഷനാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഈ ഹൈലത്തിൽ കൂടെയാണ് മെയിനായിട്ടുള്ള റീനൽ വെയിൻ, റീനൽ ആർട്ടറി, റീനൽ പെൽവിസ്. റീനൽ പെൽവിസ് എന്ന് പറയുന്നത് നമ്മുടെ യുറേറ്ററിൻ്റെ എക്സ്പാൻഡഡ് പോർഷനാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന സ്ട്രക്ചേഴ്സൊക്കെ പോകുന്നത് ഈ മെയിനായിട്ട് ഹൈലം എന്ന് പറയുന്ന ഈ പോർഷനിലൂടെ ആയിരിക്കും. നമുക്ക് ഒന്നും കൂടി അടുത്ത പിക്ചറിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ കിഡ്നിക്ക് മെയിനായിട്ട് 3 കവറിങ്സ് ഉണ്ട്. ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ഫൈബ്രസ് ക്യാപ്സ്യൂൾ, പിന്നെ മിഡിലായിട്ടുള്ള ഫാറ്റി ക്യാപ്സ്യൂൾ. ഫാറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അത് ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. പിന്നെ തേർഡായിട്ടുള്ള ഫാൾസ് ക്യാപ്സ്യൂൾ, പാരാറീനൽ ഫാറ്റ്, അതുപോലെ ഒരുപാട് കവറിങ്സ് ഈ കിഡ്നിക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് കിഡ്നിയുടെ അനാറ്റമിയിലേക്ക് പോകാം. നമുക്കറിയാം കിഡ്നി ഒരു ബീൻ ഷേപ്ഡ് ആണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കിഡ്നിയുടെ ലാറ്ററൽ മാർജിൻ എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും, മീഡിയൽ മാർജിൻ എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞു ഈ കോൺകേവ് ആയിട്ടുള്ള ആ പോർഷൻ, ആ ഡിപ്രഷൻ, അതിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഈ ഹൈലത്തിൽ കൂടിയാണ് റീനൽ ആർട്ടറി, റീനൽ വെയിൻ, റീനൽ പെൽവിസ് ഇതൊക്കെ പാസ് ചെയ്യുന്നത്. ഈ ഹൈലം പോർഷൻ അല്ലെങ്കിൽ ഈ ഹൈലം പോർഷത്തിൻ്റെ കുറച്ച് ഉള്ളിലേക്ക്, ഈ റീനൽ പെൽവിസ് കുറച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ കുറച്ച് എക്സ്പാൻഡഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് വരും. അതിനെയാണ് നമ്മൾ റീനൽ സൈനസ് എന്ന് പറയുന്നത്. ആ എക്സ്പാൻഡഡ് പോർഷനാണ് നമ്മൾ റീനൽ സൈനസ് എന്ന് പറയുന്നത്. നമുക്ക് പിക്ചറിൽ കാണാം. ഈ റീനൽ സൈനസ് കുറച്ചും കൂടി അകത്തേക്ക് പോകുമ്പോൾ ഈ റീനൽ സൈനസ് പിന്നെയും ഡിവൈഡ് ചെയ്ത് കുറേ കപ്ലേക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കാലിസസ് എന്ന് പറയും നമ്മൾ. ഈ കാലിക്സ്
കാലിസസ്. ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സായിട്ട് 2 or 3 കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് റീനൽ മേജർ കാലിസ് എന്ന് പറയുന്നത്. 2 or 3 വലിയ കപ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ മേജർ കാലിസസ് എന്ന് പറയുന്നു. ഈ മേജർ കാലിസസ് പിന്നെയും ഉള്ളിലേക്ക് പോകുമ്പോൾ മോർ ദാൻ 3 കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സായിട്ടൊക്കെ മാറുന്നുണ്ട്. അതിനെ നമ്മൾ മൈനർ കാലിസസ് എന്ന് പറയുന്നു. പിന്നെ ഈ കിഡ്നി ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂളിൽ കവേർഡാണ്. ഇതിന് ഒരു ഔട്ടറായിട്ടുള്ള കോർട്ടെക്സ് പ്രസൻ്റ് ആണ്. നമുക്ക് പിക്ചറിൽ കാണാം, ആ ലൈറ്റ് കളർ പോർഷനാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും പ്രസൻ്റ് ആണ്. ആ ഡാർക്ക് കളറിലുള്ള കിഡ്നിയുടെ റീജിയൻസിനെയാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഈ മെഡുല്ലയിൽ ഒരു ട്രയാങ്കുലർ ഏരിയ ഓഫ് റീനൽ ടിഷ്യൂ ഉണ്ട്. ആ ഡാർക്ക് റെഡ് കളറിലുള്ള ട്രയാങ്കുലർ പോർഷനാണ് നമ്മൾ പറയുന്നത് റീനൽ പിരമിഡ്സ് എന്ന്. ഈ റീനൽ പിരമിഡ്സിൻ്റെ അപ്പെക്സ് പോയിട്ടാണ് ഈ മൈനർ കാലിസസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതിനെയാണ് പാപ്പില്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീനൽ പിരമിഡ്സിൻ്റെ ബേസാണ് റീനൽ കോർട്ടെക്സിൽ അടുത്തായിട്ട് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ കോർട്ടിക്കൽ ആർച്ചസ് എന്ന് പറയുന്നത്. ഇനി ഈ റീനൽ പിരമിഡ്സിൻ്റെ ഇടയിലുള്ള ആ സ്പേസ്, റീനൽ കോർട്ടെക്സിൻ്റെ ആ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ റീനൽ കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിഡ്നിയുടെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമ്മൾ ഈ കിഡ്നീനെ ഒന്നും കൂടി മൈക്രോസ്കോപ്പിക്കായിട്ട് നോക്കിക്കഴിയുമ്പോഴാണ് നമുക്കിതിൽ കുറേ നെഫ്രോൺസ് പ്രസൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ യൂറിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് നമ്മൾ പറയുക. യൂറിനിഫറസ് ട്യൂബ്യൂൾസിൽ മെയിനായിട്ട് 2 പാർട്ടാണ് വരിക. ഇവിടെ നെഫ്രോൺസും കളക്റ്റിംഗ് ട്യൂബ്യൂളാണ് വരിക. ഏകദേശം 1 to 2 മില്യൺ നെഫ്രോൺസാണ് ഓരോ കിഡ്നിയിലും പ്രസൻ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഈ നെഫ്രോൺസിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതിലൊരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂബും പ്രസൻ്റ് ആണ്. ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ മാൽപീജിയൻ കോർപ്പസൽ എന്ന് പറയുന്നത്. ഈ മാൽപീജിയൻ കോർപ്പസലിൽ നമുക്ക് ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്. ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഇതിലേക്ക് വന്ന് ചാടുന്നുണ്ട് ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചറിലേക്ക്. അതിനെ നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിനൊരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു വാൾ പ്രസൻ്റ് ആണ്. ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള കപ്പ് ലൈക്ക് പോർഷൻ പ്രസൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. പിക്ചറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പോർഷൻ ഉണ്ട്. അപ്പോൾ ഈ ബൗമാൻസ് ക്യാപ്സ്യൂളും അതുപോലെ ഈ കപ്പ് പോർഷനിലേക്ക് വന്ന് ചാടുന്ന ഈ ഗ്ലോമറുലൈ, ഇത് രണ്ടും കൂടി ചേരുന്ന ആ പോർഷനാണ് നമ്മൾ മാൽപീജിയൻ കോർപ്പസൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂബ്യൂളാണ്. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ട്യൂബ്യൂള് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ് അതിനെ പറയുക. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ലൂപ്പ് ഓഫ് ഹെൻലീസ് ലൂപ്പ് എന്നാണ് പറയുക. ഈ ഹെൻലീസ് ലൂപ്പ് തന്നെ ഡിസെൻഡിങ് ലിംബുണ്ട്, അസെൻഡിങ് ലിംബും പ്രസൻ്റ് ആണ്. അതുപോലെ മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് DCT എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. ആ DCT നേരെ വന്ന് ജോയിൻ ചെയ്യുന്നത് കളക്റ്റിംഗ് ട്യൂബ്യൂൾസിലേക്കാണ്. നമുക്കറിയാം ഈ കളക്റ്റിംഗ് ഡക്റ്റിൽ കുറേ ബ്രാഞ്ചസ് പ്രസൻ്റ് ആണ്. ഓരോ ബ്രാഞ്ചിലേക്കും ഓരോ നെഫ്രോൺസ് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു ലാർജർ ട്യൂബ്യൂളായിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാപ്പിലറി ഡക്റ്റ് ഓഫ് ബെല്ലിനി എന്ന് പറയുന്നത്. ഈ പാപ്പിലറി ഡക്റ്റ് ഓഫ് ബെല്ലിനിയാണ് നമ്മുടെ മൈനർ കാലിസസിലേക്ക്, നമ്മുടെ റീനൽ പാപ്പിലയുടെ അറ്റത്തുള്ള മൈനർ കാലിസസിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം റീനൽ കോർപ്പസൽസ്, അതുപോലെ തന്നെ മേജർ പാർട്ട് ഓഫ് PCT അല്ലെങ്കിൽ മേജർ പാർട്ട് ഓഫ് DCT, ഇതൊക്കെ ആ മുകളിലത്തെ പോർഷൻ, ഇതൊക്കെ നമ്മുടെ കിഡ്നിയുടെ കോർട്ടെക്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ലൂപ്പ് ഓഫ് ഹെൻലിയും കളക്റ്റിംഗ് ഡക്റ്റുമാണ് മെഡുല്ലയിലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇന്നർ സർഫസിൽ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പോഡോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ടർ ലെയറിലുള്ളത് സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം ആണ്. ഇനി PCTയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യൂബോയിഡൽ അല്ലെങ്കിൽ കൊളംനാർ എപ്പിത്തീലിയംസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അവിടെ കുറേ മൈക്രോവില്ലേസ് പ്രസൻ്റ് ആണ്. കാരണം അവിടെ റീഅബ്സോർപ്ഷനും എല്ലാം നടക്കുന്നുണ്ട് ഒരുപാട്. DCTയിലുള്ളത്
ക്യൂബോയിഡൽ സെൽസാണ്. ഇവിടെ മൈക്രോവില്ലേസ് പ്രസൻ്റ് അല്ല DCTയിൽ. അടുത്തത് കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ ഉള്ളത് ക്യൂബോയിഡൽ അല്ലെങ്കിൽ കൊളംനാർ സെൽസാണ് കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ കിഡ്നിയിലേക്ക് വരുന്ന റീനൽ ആർട്ടറി റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആർട്ടീരിയോൾസും കാപ്പിലറീസും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്, 2 സെറ്റ്സ്. ആദ്യത്തെ കാപ്പിലറി സിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് വേസ്റ്റ് റിമൂവൽ ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് വരുന്നത്. രണ്ടാമത്തെ കാപ്പിലറി സിസ്റ്റമാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തതായി വരുന്ന ഒരു പോർഷനാണ് ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നൊരു പോർഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം DCTയുടെ ഒരു പാർട്ടും അതുപോലെ തന്നെ അഫ്രൻറ്റ് ആർട്ടീരിയോളിൻ്റെ ഒരു പാർട്ടും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ആ ഒരു സ്പേസിനാണ് നമ്മൾ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഈ DCTയുടെ വാളിലായിട്ട് ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള കൊളംനാർ സെൽസ് പ്രസൻ്റാണ്. നമുക്ക് പിക്ചറിൽ കാണാം. അതിനെയാണ് നമ്മൾ മാക്കുല ഡെൻസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഫ്രൻറ്റ് ആർട്ടീരിയോളിൻ്റെ വാളിലായിട്ട് സ്മൂത്ത് മസിൽ സെൽസ് പ്രസൻ്റാണ്. അതിനെയാണ് നമ്മൾ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്കുല ഡെൻസയും ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസും ഒരുമിച്ച് ഫോം ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് RAS മെക്കാനിസത്തിൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസാണ് ഇത്. ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് എക്സാമിനൊക്കെ, അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത്. ഇനി മെയിനായിട്ട് നമുക്ക് ഫിസിയോളജിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം കിഡ്നിയുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് എക്സ്ക്രീറ്ററി ഫങ്ഷനാണ് അതിനുള്ളത്. വേസ്റ്റ് മെറ്റബോളിസത്തിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുക, എക്സസ് ആയിട്ടുള്ള സോൾട്ട് വാട്ടറൊക്കെ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്ത് ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ നെഫ്രോൺസിൻ്റെയൊക്കെ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻ അതിൽ പറയാം. ഗ്ലോമറുലാർ ക്യാപ്സ്യൂൾ, അതിലെന്താ നടക്കുന്നത്? ഫിൽട്രേഷൻ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ വാട്ടർ ഫ്രം ബ്ലഡ്, നമ്മുടെ ആ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ PCTയിലാണെന്നുണ്ടെങ്കിൽ റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, അയോൺസ് എക്സെട്ര PCTയിൽ നടക്കുന്നുണ്ട്. ലൂപ്പ് ഓഫ് ഹെൻലിയിലാണെങ്കിൽ മെയിനായിട്ട് വാട്ടർ റീഅബ്സോർപ്ഷനാണ് നടക്കുന്നത്. DCTയിലാണെന്നുണ്ടെങ്കിൽ റീഅബ്സോർപ്ഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് എക്സെട്ര സെലക്റ്റീവ് റീഅബ്സോർപ്ഷനാണ് അവിടെ നടക്കുന്നത്. കളക്റ്റിംഗ് ഡക്റ്റിലാണ് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ സംഭവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഫിസിയോളജിയിൽ എഴുതാവുന്ന പോയിൻറ്റ്സാണ്. ഇനി മെയിനായിട്ട് ഡിസോർഡേഴ്സ് ഓഫ് കിഡ്നിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ബോക്സിലുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. കഞ്ചനൈറ്റൽ അനോമലീസ് കുറേ വരുന്നുണ്ട് കിഡ്നിയിൽ. യൂണിലാറ്ററൽ അല്ലെങ്കിൽ ബൈലാറ്ററൽ ആയിട്ടുള്ള അജനസിസ്, അതുപോലെ ഹോർസ്ഷൂ കിഡ്നി, ലോവർ പോൾസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഹോർസ്ഷൂ കിഡ്നി എന്ന് പറയുന്നത്. പിന്നെ കഞ്ചനൈറ്റൽ പോളിസിസ്റ്റിക് ഡിസീസ് ഉണ്ട്. എക്ടോപിക് കിഡ്നി ഉണ്ട്. അബ്നോർമൽ പൊസിഷനാണ് നമ്മൾ എക്ടോപിക് കിഡ്നി എന്ന് പറയുന്നു. പിന്നെ കുറേ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് കിഡ്നിയിൽ. ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ട്യൂബർക്ലോസിസ്, അതുപോലത്തെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ റീനൽ ഫെയിലിയർ സംഭവിക്കാറുണ്ട്. പിന്നെ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാറുണ്ട്. സർജിക്കൽ റിമൂവൽ ഓഫ് കിഡ്നി, നെഫ്രക്ടമി, ഇതൊക്കെ നമുക്ക് ഡിസോർഡേഴ്സ് ഓഫ് കിഡ്നിയിലും. ഇനി നമുക്കറിയാം യൂറേറ്റർ എന്ന് പറയുന്നത് ഈ കിഡ്നിയിലെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്ന ട്യൂബിനെയാണ് നമ്മൾ യൂറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് 25 സെൻറ്റിമീറ്റർ ലെങ്ത്തും 0.6 സെൻറ്റിമീറ്റർ ഡയമീറ്ററൊക്കെ ഉള്ളൊരു ട്യൂബാണ്. നെക്സ്റ്റ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഹോളോ മസ്കുലാർ ഓർഗനാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. യൂറിൻ്റെ റിസർവറാണ്. അതുപോലെ നമ്മുടെ ഉണ്ടാകുന്ന യൂറിന് പീരിയോഡിക്കായിട്ട് ഡിസ്ചാർജ് ചെയ്ത് കളയുന്നു. ഇതിന് 4 സൈഡഡ് പിരമിഡ് ഉണ്ട്, 4 ആംഗിൾസ് ഉണ്ട്. അപ്പെക്സ്, നെക്ക് ആൻഡ് 2 ലാറ്ററൽ ആംഗിൾസ് ആണുള്ളത്. അതിൽ നെക്ക് പോർഷനിൽ നിന്നാണ് യുറേത്ര വരുന്നത്. പിന്നെ 4 സർഫസസ് ഉണ്ട്. ബേസ്, 2 ഇൻഫ്രോലാറ്ററൽ സർഫസ് ഉണ്ട്, സുപ്പീരിയർ സർഫസ് ഉണ്ട്. ഇത് ഡിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓവോഡ് ഷേപ്പിലേക്കായിട്ട് മാറുന്നു. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അഡൾട്ടിൽ മെയിനായിട്ട് പെൽവിസിലാണ് വരുന്നത്. പക്ഷേ ഇത് ഡിസ്റ്റൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അബ്ഡോമിനൽ പൊസിഷനിലേക്ക് മാറും. അതുകൊണ്ട് ഇതിനെ അബ്ഡോമിനോ പെൽവിക് ഓർഗൻ എന്നാണ് ആ സമയത്ത് പറയുക. ന്യൂ ബോണിലാണെങ്കിൽ ഇത് അബ്ഡോമിനൽ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുക. നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 to 300 cc ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആ പിക്ചർ കണ്ടാൽ നമുക്ക് അതിൻ്റെ മെയിനായിട്ടുള്ള പോർഷൻസൊക്കെ നമുക്ക് അടയാളം പറ്റും. അത് ജസ്റ്റ് നമ്മൾ വരയ്ക്കാനും അതുപോലെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താനും പഠിച്ചാൽ നന്നായിരിക്കും.
ഇനി നമ്മൾ നേരെ ഈ യൂറിനറി ബ്ലാഡറിൻ്റെ വേറൊരു സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. കുറച്ചും കൂടി നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡറിന് സുപ്പീരിയർ സർഫസ് ഉണ്ട്, ഇൻഫീരിയർ ലാറ്ററൽ സർഫസ് ഉണ്ട്, പോസ്റ്റീരിയർ സർഫസ് ഉണ്ട്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്ട്രോ കളേർഡാണ് യൂറിനറി ബ്ലാഡറിൽ. അവിടെ ഒരുപാട് ഫോൾസ് പ്രസൻ്റ് ആണ്. യൂറിനറി ബ്ലാഡർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾസ് ഡിസപ്പിയർ ആകും. ഈ പോസ്റ്റീരിയർ വാളിലായിട്ട് ഒരു സ്മൂത്ത് ട്രയാങ്കുലർ ഏരിയ പ്രസൻ്റ് ആണ്. നമുക്ക് പിക്ചറിൽ കാണും. അതിനെയാണ് നമ്മൾ ട്രൈഗോൺ എന്ന് പറയുന്നത്. അവിടെ മ്യൂക്കസ് ഫോൾസ് ഒന്നും പ്രസൻ്റ് ആയിരിക്കില്ല. അവിടെ പിങ്ക് കളറായിരിക്കും മ്യൂക്കോസ, ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ അപ്പർ ലാറ്ററൽ ആംഗിൾസിലാണ്, ഈ ട്രൈഗോണിൻ്റെ അപ്പർ ലാറ്ററൽ ആംഗിൾസിലാണ് യുറേറ്ററിൻ്റെ ഓപ്പണിങ്സ് വരുന്നത്. ഇൻഫീരിയർ ആംഗിളിലായിട്ടാണ് യുറേത്രൽ ഓറിഫൈസ് വരുന്നത്. ഹിസ്റ്റോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ടർ ഫൈബ്രോ ഇലാസ്റ്റിക് കോട്ടുണ്ട്, മിഡിൽ മസിൽ കോട്ട് പ്രസൻ്റ് ആണ്, ഇന്നർ മ്യൂക്കസ് കോട്ട് പ്രസൻ്റ് ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹിസ്റ്റോളജി ഓഫ് യൂറിനറി ബ്ലാഡറിൽ വരുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.